ശരി, ശ്രീ പി ആർ ശിവശങ്കർ, ദ്വിരാഷ്ട്രവാദം ആദ്യം ഉന്നയിച്ചത് മുഹമ്മദ് അലി ജിന്നയ്ക്ക് മുൻപ് തന്നെ സവർക്കറാണ്. സവർക്കറുടെ പുസ്തകമുണ്ടല്ലോ, ആ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നു ആരാണ് ഹിന്ദു അഥവാ ഹിന്ദുത്വം എന്ന പുസ്തകത്തിലാണ് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പ്രത്യേക രാഷ്ട്രം എന്ന ആവശ്യം ഉന്നയിക്കുന്നത്. അപ്പോൾ വിഭജനം എന്ന പദ്ധതി മറ്റാരുടേതാണ് എന്ന വാദം എങ്ങനെ നിലനിൽക്കും? ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഇടപെടാതിരിക്കാൻ താങ്കൾ നേരത്തെ ഇടപെട്ടത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. രാഷ്ട്രപതിയുടെ സന്ദേശമായതുകൊണ്ടാണ് ഇടപെട്ടത്. അങ്ങേക്ക് ഇനി പറയാം. ശരി, ഒന്ന് ഞാൻ ശ്രീ ഫസൽ ഗഫൂറിന് നന്ദി പറയുന്നു. അദ്ദേഹം പക്ഷേ ഇനി നമ്മൾ തമ്മിൽ ഒരുപക്ഷെ റിപ്പോർട്ടർ ചാനലിലെ സ്മൃതിയുടെ ഡിസ്കഷൻ ഇരിക്കാൻ സാധ്യമില്ല കേട്ടോ, അങ്ങനെ വിളിക്കാൻ സാധ്യമില്ല. കാരണം അങ്ങ് ഒരു സത്യം പറഞ്ഞു, RSS അഖണ്ഡ ഭാരതം വേണമെന്ന് അദ്ദേഹം വളരെ നന്നായിട്ട് പറഞ്ഞു. വളരെ സന്തോഷം. പക്ഷേ താങ്കളുടെ രണ്ടാമത്തെ പല അഭിപ്രായങ്ങളോടും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഞാനത് പറഞ്ഞുതരാം. കാരണം ഈ വിഭജനത്തിൻ്റെ അല്ലെങ്കിൽ ഇത് ടെറർ ഹിസ്റ്ററി, ദിസ് ഹാസ് നോട്ട് ബീൻ സ്റ്റാർട്ടഡ് ബൈ ദ BJP. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ജൂൺ 15 വീക്കാണ്. മനോരമയുടെ ഇംഗ്ലീഷ് സാധനമാണ്. വെൻ ജിന്ന വാണ്ടഡ് ദ യുണൈറ്റഡ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഒരു ദീർഘലേഖനം, അതിൻ്റെ മുഖപ്രസംഗം തന്നെയാണ് എഴുതിയിട്ടുണ്ട് ഒരു ഡോക്ടർ MC ധാർവാർ. അദ്ദേഹം എഴുതിയത് ഓൾമോസ്റ്റ് ഹൂ പ്രിവെന്റഡ് ദ പാർട്ടീഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകവും അതിൻ്റെ ഡീറ്റെയിലും ജൂൺ 15 അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഹൂ പ്രിവെന്റഡ് ദ പാർട്ടീഷൻ, ജിന്ന വാണ്ടഡ് യുണൈറ്റഡ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനം. അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആര് എന്ത് സ്റ്റാൻഡ് എടുത്തു എന്ന്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇപ്പോൾ പുതിയ ചരിത്രങ്ങൾ BJP പറഞ്ഞല്ല കേട്ടോ. മനോരമ BJPക്ക് മുമ്പേ BJPയുടെ ലക്ഷ്യസ്ഥാനം കാണിച്ചു തന്നാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞു കളയരുത്. അപ്പോൾ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, ഇങ്ങനത്തെ പുസ്തകം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJPയോ അല്ലെങ്കിൽ RSSO അഖണ്ഡ ഭാരതത്തിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട്, ഇത്തരം പാർട്ടീഷനെ കുറിച്ച് പറയുമ്പോൾ ദയവായി ഇവിടുത്തെ ചരിത്ര പണ്ഡിതന്മാരും ജനങ്ങളും മനസ്സിലാക്കേണ്ടത്, ഭൂതകാലത്തെ, അത് ഫസൽ ഗഫൂർ മനസ്സിലാക്കണം, ഭൂതകാലം മറക്കുന്നവർ അത് ആവർത്തിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല ചരിത്രകാരന്മാരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ പറയുന്നു, ഭൂതകാലം മറക്കുന്നവൻ അത് ആവർത്തിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടവരാണ്. ഇത് ജോർജ് സന്ധ്യാന പോലെയുള്ള ചരിത്രകാരന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചരിത്രത്തെ മറക്കുക എന്നുള്ളതല്ല, അതിൽ നിന്ന് കാലങ്ങൾ പഠിക്കണം. പക്ഷേ അതിൻ്റെ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ചരിത്രബോധമുള്ളവർ പൂർവികരുടെ വേദനകൾ മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുവാനായിട്ട് തയ്യാറായിക്കൊണ്ട് അതിനെ മനസ്സിലാക്കുവാൻ പഠിക്കുമ്പോഴേ നമുക്ക് ഭാവി കാലത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാവുകയുള്ളൂ, ഭാവി കാലത്തെ പ്രശ്നങ്ങളെ നേരിടാൻ പറ്റുകയുള്ളൂ. ഇതാണല്ലോ ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. യഥാർത്ഥ ചരിത്രബോധമില്ലാത്ത ജനത, ഇത്തരം അല്പജ്ഞാനികളായ ഭരണാധികാരികളുടെയും അതുപോലെ തന്നെ സാമൂഹ്യ ബോധമില്ലാത്ത, പൗരബോധമില്ലാത്ത ഒരു കൂട്ടം പത്രദൃശ്യ മാധ്യമങ്ങളുടെ വക്താക്കളുടെയും ഭാഗമായി പോയി എന്നുള്ളത് ആരുടെയും കുറ്റമല്ല. അവരെ ചരിത്രം പഠിപ്പിക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയണം, സമയമെടുക്കുമായിരിക്കും. ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. CPMന്റെ പ്രതിനിധി സവർക്കറുടെ പുസ്തകത്തെ കുറിച്ച് ഞാൻ എന്തിനാ പറയണത്? ഇതാണ് ഈ സവർക്കർ BJP. സവർക്കറും RSSും തമ്മിൽ ഭിന്നതകൾ ഉണ്ടായിരുന്നു, സമ്മതിച്ചു. ഇപ്പോൾ RSS അഖണ്ഡ ഭാരതം പറയുന്നു. അതാണല്ലോ ഇവിടെ ഇപ്പോൾ ഈ ഭാരതമാത എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രദർശിപ്പിക്കുന്ന ആ മാപ്പ്, അത് അഖണ്ഡ ഭാരതം പറയുമ്പോൾ അത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾ RSSന്റെയും സവർക്കറുടെയും ഭിന്നതയല്ല നമ്മുടെ വിഷയം. സവർക്കറെ നിങ്ങൾ വീർ സവർക്കറായി ഉയർത്തിക്കാട്ടുന്ന ഒരാളാണല്ലോ. അപ്പോൾ നിങ്ങളുടെ വീർ സവർക്കർ നേരത്തെ തന്നെ രാഷ്ട്രവാദം ഉന്നയിച്ചിരുന്നു. അതേക്കുറിച്ച് അങ്ങേക്ക് അഭിപ്രായമില്ല എന്നാണോ? ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ. അദ്ദേഹം ഹിന്ദു മുന്നണി, ഞാൻ RSS പോയത്. അതിപ്പോൾ എന്താ സംശയം? എന്താ ഇനിയിപ്പോൾ ഒന്നും കൂടി സ്മൃതിയുടെ സംശയം തീർക്കാൻ ഒരു പുസ്തകം കൂടി സ്മൃതി പുസ്തകം വായിക്കുമെങ്കിൽ, ദ BJP RSS ഇൻ ദ സർവീസ് ഓഫ് റൈറ്റ് റിയാക്ഷൻ. ഞാൻ എഴുതിയല്ല കേട്ടോ, EMS എഴുതാണ്. എൻ്റെ CPMന്റെ സുഹൃത്തിന് ആ പുസ്തകം കിട്ടാൻ സാധ്യതയില്ല, എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി ഓഫീസിൽ ഇരിപ്പുണ്ട്. ഞാൻ ആ പുസ്തകം തരാം. അതിനകത്ത് പേജ് നമ്പർ 8, ദ സവർക്കർ തീസിസ് വാസ് ദ ഡോക്ടർ ഹെഡ്ഗേവാർ, ഫൗണ്ടർ ഓഫ് RSS, എ നാഷണലിസ്റ്റ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഗാന്ധി ലെഡ് മൂവ്മെന്റ്. ഇത്രയും ഡീറ്റെയിലും പറയുന്നുണ്ട്. അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഹെഡ്ഗേവാറും സവർക്കറും തമ്മിൽ കണ്ണിരുമണിക്ക് കണ്ടുകൂടായിരുന്നു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് സ്മൃതി ഈ പുസ്തകങ്ങളൊക്കെ അല്ല, ദ്വിരാഷ്ട്രവാദം എന്നത് നിങ്ങൾ ആരുടെ തലയിലേക്കാണ് വെക്കുന്നത്? നിങ്ങൾ ഏതെങ്കിലും ഒരു വരി എടുത്ത് ഇങ്ങനെ വ്യാഖ്യാനിക്കും, വീക്കിൽ ഏതെങ്കിലും ഒരാൾ എഴുതിയ ലേഖനം എടുത്ത് വ്യാഖ്യാനിക്കും, അത് മനോരമയുടെ അഭിപ്രായമാണെന്ന് പറയും. ഈ രൂപത്തിൽ പറയാൻ പറ്റില്ല. ആരെങ്കിലും ലേഖനം എഴുതിയത് അത് ആ മാഗസിന്റെ അല്ലെങ്കിൽ ആ പത്രത്തിന്റെ അഭിപ്രായമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ എഴുതിയ ലേഖനം മാതൃഭൂമി പത്രത്തിലും വരുമല്ലോ. അയ്യോ സ്മൃതി, അല്ല, അതൊരു പുസ്തകം.
ആയിക്കോട്ടെ, പുസ്തകമായിക്കോട്ടെ, പുസ്തകത്തിലെ ഭാഗം എന്റെ ആയിക്കോട്ടെ. സ്മൃതി അതൊരു പുസ്തകമാണ്, ചരിത്ര പുസ്തകമാണ്. ആ പുസ്തകത്തെക്കുറിച്ച് പ്രശസ്തരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അല്ല, താങ്കൾ ഇപ്പോൾ ഈ ചരിത്രത്തെ എന്താണ് കണ്ടില്ലെന്ന് അടിക്കുന്നത്? സവർക്കർ പറഞ്ഞതിന് എന്താണ് കണ്ടില്ലെന്ന് അടിക്കുന്നത്? നിങ്ങൾ ഈ ദുരാഷ്ട്രവാദത്തിൽ നെഹ്റുവിന്റെ തലയിലേക്ക് വെക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് സവർക്കറിന്റെ തലയിലേക്ക് വെക്കുന്നില്ല? അങ്ങനെ അതും കൂടി പറയണ്ടേ പ്രസംഗിക്കുമ്പോ? സവർക്കറെ ഞങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. സവർക്കർ മാത്രമല്ല, ഒരാളെ കൂടി ഞാൻ പറഞ്ഞുതരാം. അല്ലാന്നേ, ഇവിടെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം ആര് കളിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? ആദ്യം കൊണ്ടുവന്നത് ആരാണെന്ന് പറയൂ. സ്മൃതി, ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ. അതിലും മുൻപ് 1942 സെപ്റ്റംബർ 17 ജി അധികാരിയുടെ ഒരു പുസ്തകം, ഒരു പ്രമേയമുണ്ട്. അത് പല രീതിയിലൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഇത് ഒന്നല്ലെങ്കിൽ ഈ ചർച്ച പോകണമെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ നിരന്തരം ചോദ്യം ചോദിക്കുക. ഇപ്പൊ ബാക്കി 3 പേരോട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു, നിങ്ങൾ വെറും മൂളിക്കൊണ്ടിരിക്കണ്ടായിരുന്നല്ലോ ആ പാവം CPM-കാരൻ പറഞ്ഞപ്പോ. ഒരു ചോദ്യം തിരിച്ചു ചോദിക്കില്ല. ഇത് കുറെ വർഷമായി പറയണു, എന്നെ കൊണ്ടൊരു വാചകം പറയാൻ സമ്മതിക്ക്, സാമാന്യ മര്യാദ കാണിക്ക്. ഞാനൊന്ന് പറഞ്ഞു വരട്ടെ. അപ്പോ ഈ 16 രാഷ്ട്രം വേണമെന്ന് CPM-ന്റെ അധികാരി അദ്ദേഹത്തിന്റെ തന്നെ പോളിറ്റ് ബ്യൂറോയിലും അദ്ദേഹത്തിന്റെ സെൻട്രൽ കമ്മിറ്റിയിലും പ്രസംഗിച്ചതിന്റെ എഴുതി വെച്ച രേഖകൾ പുറത്തുണ്ട്. 1942 സെപ്റ്റംബർ 19 അവർ പറഞ്ഞിട്ടുണ്ട് 16 സംസ്ഥാനങ്ങളാണ്. എന്നിട്ട് അത് പോരാത്ത തങ്ങൾക്ക് വേണമെന്ന് തോന്നുമ്പോൾ പിരിഞ്ഞു പോകുവാൻ സ്വാതന്ത്ര്യമുള്ള സ്വതന്ത്ര രാഷ്ട്രങ്ങളുടെയും ഫെഡറേഷന്റെയും യൂണിയനായിട്ടാണ് നാളത്തെ സ്വതന്ത്ര ഭാരതം വരേണ്ടത് എന്ന് CPM ഒരു പോളിറ്റ് ബ്യൂറോയിൽ സെൻട്രൽ കമ്മിറ്റിയിൽ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അത് ജി അധികാരി, അന്നത്തെ സംസ്ഥാന അഖിലേന്ത്യാ സെക്രട്ടറി എഴുതി വിട്ടിട്ടുണ്ട്. അവരെത്രയോ നാൾ മുമ്പ് അതിന് ഇത്തരം പറഞ്ഞു. ഇവിടെ 2 രാഷ്ട്രവാദം വേണമെന്ന് പലരും, സവർക്കർ അടക്കം പലരും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്, നല്ല ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടത് സവർക്കറുടെ ദുരാഷ്ട്രവാദം, അതിനെതിരെയുള്ള നിലപാടെന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ഈ ഓർമ്മിപ്പിക്കേണ്ടത്? ഈ ഭീതി ദിനം ആചരിക്കുമ്പോൾ അതല്ലേ ആദ്യം പറയേണ്ടത്? കാരണം 23 എഴുതിയതാണ് ആ പുസ്തകം. ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എന്ന് പറയാതെ പിന്നെ എന്തിനാ ഈ എന്ത് ഭീതിയാണ് ആചരിക്കുന്നത്? എന്ത് ഭീതി ദിനമാണ് നിങ്ങൾ ആചരിക്കുന്നത്? ഭീതി ആദ്യം സൃഷ്ടിച്ചത് ആരാണ്? സ്മൃതി പ്രധാനമന്ത്രിയായിട്ട് സ്മൃതി ഇറക്കുന്ന പ്രസ്താവനയിൽ സ്വതന്ത്ര സവർക്കറിനെതിരെയുള്ള താങ്കൾക്ക് എത്ര നന്നായിട്ട് മറുപടി പറയാം. താങ്കളുടെ മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മണ്ടത്തരാവില്ലല്ലോ. ചോദ്യത്തിന് ഉത്തരമില്ല, ചോദ്യത്തിന് ഉത്തരമില്ലെങ്കിൽ ഉടനെ മണ്ടത്തരമായി അല്ലെ? പറയുന്നതാണല്ലോ, അങ്ങയുടെ അവസരമാണ്, അങ്ങ് പറയൂ. ഞാൻ എന്തിനു ഉത്തരം പറയാം? ഏതിനാ പറയാ? ചോദിക്കൂ. ചോദിച്ചിട്ട് അതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, എന്റെ ചോദ്യം ഇതാണ് ശ്രീ PR ശിവശങ്കർ. അതായത് ഭീതി ദിനമായിട്ട് ആചരിക്കുകയാണല്ലോ. ഭീതി ദിനമായി ആചരിക്കുമ്പോൾ ഈ നാടകം കളിക്കാൻ പറയുന്നു, സെമിനാർ നടത്താൻ പറയുന്നു. അപ്പോൾ സവർക്കറുടെ ദുരാഷ്ട്രവാദത്തിനെതിരെയുള്ള ഒരു സെമിനാറല്ലേ നിങ്ങൾ നടത്തേണ്ടതെന്നേ? അങ്ങനെ ഒരു നാടകമല്ലേ കളിക്കേണ്ടത്? അതല്ലേ നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടത്? നിങ്ങൾ നടത്തുന്നേ അല്ലെ? നിങ്ങളല്ലേ നടത്തുന്നത്? നിങ്ങളല്ലേ ഭീതി ദിനം ആചരിക്കുന്നത്? ഞങ്ങളൊക്കെ ചരിത്രത്തിന്റെ മുറിവുകളെ മറക്കാൻ ശ്രമിക്കുന്നവരാണ്, അതിൽ ഉപ്പ് തേക്കുന്നവരല്ല. സ്മൃതി, എൻ്റെ പാർട്ടി, ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയല്ല ABVP അല്ലെങ്കിൽ BJP എന്ത് ചെയ്യണമെന്ന് ഞങ്ങളല്ലേ നിശ്ചയിക്കണേ. ദയവായി അതിനുള്ള സ്വാതന്ത്ര്യമെങ്കിലും തരൂ. സ്മൃതി അവിടെ പോയിട്ടൊരു നാടകം കളിക്കൂ. അത് ഇങ്ങനെ സ്വാതന്ത്ര്യ സമരത്തെ തകർത്തത് സവർക്കർ ആണെന്ന് പറഞ്ഞ് സ്മൃതിയും അരുണും കൂടെ വേണമെങ്കിൽ പുറത്തിറങ്ങിയിട്ട് നാടകം ബാക്കിയുള്ളവരാണ് അത് ചെയ്തതെന്ന് പറയുന്നത് കള്ളത്തരമല്ലേ ശ്രീ PR ശിവശങ്കർ? ആരുടെ ഭാഗം? നിങ്ങളുടെ ഭാഗമായിരുന്ന നിങ്ങളുടെ ഭാഗമല്ലേ? ഹിന്ദു മഹാസഭ എന്താണ്? നിങ്ങളുടെ ഭാഗമല്ലേ? ആയിരുന്നില്ലേ? RSSന്റെ ആണോ? സ്മൃതി പറയൂ. ഹിന്ദു മഹാസഭ ആരുടെ ഭാഗമാണ്? ഹിന്ദു മഹാസഭയെ നിങ്ങൾ തള്ളിയോ? ഞാൻ ബ്രേക്കിംഗ് കൊടുക്കട്ടെ. PR ശിവശങ്കർ ഹിന്ദു മഹാസഭയെ തള്ളി. PR ശിവശങ്കർ BJP വക്താവ്. കൊടുക്കട്ടെ ബ്രേക്കിംഗ് കൊടുക്കട്ടെ. അല്ല, പിന്നെ നിങ്ങൾ അതിനെല്ലാം ഇരിക്കണേ. കൊടുത്തോ, ധൈര്യമായിട്ട് കൊടുക്ക്. ഒരു കാര്യം കൂടെ എഴുതണം. തള്ളിയെന്നല്ല,
ഒരു മിനിറ്റ് പറട കേൾക്കൂ. പറയൂ. VD സവർക്കറോ ഹിന്ദു മഹാസഭയോ BJPയുടെയോ ഞാൻ പറയല്ലേ, ചെവി കേട്ടൂടെ? ഇനി വല്ല പ്രശ്നമുണ്ടോ? ഞാൻ പറയും മാത്രം ചെവി കേൾക്കാത്ത പ്രത്യേകതരം വല്ല ആരോഗ്യ പ്രശ്നവും സ്മൃതിക്ക് ഉണ്ടായോ? അരുണോട് പറഞ്ഞ് വേറെ എല്ലാ ഇയർഫോൺ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുക. അപ്പോൾ പറയുന്നത്, സ്മൃതിക്ക് അഭിപ്രായമുണ്ടോ RSSന്റെ സഹോദര സംഘടനയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ പരിവാർ സംഘടനയാണ് ഹിന്ദു മഹാസഭ എന്ന് എന്തെങ്കിലും ബോധ്യത്തിൽ പറയാൻ പറ്റുമോ? ആണോ? ഇല്ല. ഹിന്ദു മഹാസഭ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ സവർക്കർക്ക് താങ്ക്സ് ലെറ്റർ എഴുതിയിട്ടുണ്ട്. ശരി, സവർക്കറെ തള്ളി. സവർക്കർ വീർ സവർക്കറും അല്ല. സവർക്കറെ ശരി. BJP വക്താവ് സവർക്കറെ തള്ളി പ്രതികരിച്ചിരിക്കുകയാണ്. ഞാൻ അത് സമ്മതിക്കുന്നു. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.